മൈമി എന്ന് വന്നിരിക്കുന്നതേ പാലക്കാടിന്റെ ഹൃദയ മധ്യത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ പാലക്കാട് BOC റോഡിലുള്ള മൈക്കിഡ് എന്ന വളരെ വിശാലമായുള്ള ബേബീസിന്റെ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്താനാണ്. നമുക്ക് അത്തരം വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ അകത്ത് പോയിട്ട് കാണാം. പാലക്കാടിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്ര വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഷോർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മൈക്കിഡിന്റെ അകത്തുള്ള വിശേഷങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ അകത്ത് പോയിട്ട് കാണാം. മൈക്കിഡിന്റെ അകത്ത് വന്നപ്പോഴേ ഉള്ള ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു ബേബീസിനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫാൻസിയിൽ പലപ്പോഴും നമുക്ക് ഫാൻസിയുള്ള കളക്ഷൻസ് അധികം കിട്ടാറില്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കിയേ, ഒക്കെ ഡിസ്പ്ലേയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫാൻസിയിലുള്ള പ്രോഡക്റ്റുകളാട്ടോ. കണ്ടോ, ഈ പ്രോഡക്റ്റ് കണ്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള പ്രോഡക്ട്സ് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാം ഇവിടെ ഹാങ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാവുന്ന പ്രോഡക്റ്റ് കേട്ടോ. ശരിക്കും മൈക്കിഡിൽ മൈമി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മൈമിയുടെ പ്രോഡക്റ്റ് മൈക്കിഡിൽ അവൈലബിൾ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേബി എസെൻഷ്യൽ ആക്സസറീസിൽ മൈമിയുടെ ഒട്ടനവധി പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞു കൗണ്ടർ തന്നിട്ടുണ്ട്. ബെഡ് റേഞ്ചിൽ കുറച്ച് വേറെ സ്ഥലത്തും അവൈലബിൾ ആണ് കേട്ടോ. മൈമി മാത്രമല്ല, വ്യത്യസ്ത പ്രോഡക്റ്റുകളും ബ്രാൻഡുകളൊക്കെ മൈക്കിഡിലുണ്ട്. ആക്സസറീസ് കുഞ്ഞു കുട്ടികൾക്കുള്ള പാർട്ടി വെയർ സ്റ്റൈലുള്ള ഡ്രസ്സുകളാണ്, കണ്ടില്ലേ. അതിൻ്റെ കുറേ കളക്ഷൻസ് ബോയ്സിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. കുറച്ചും കൂടി ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി നേരിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ധൈര്യത്തിൽ എന്ത് ചെയ്യുക, മൈക്കിഡ് സെലക്ട് ചെയ്യുക. കുഞ്ഞു കുട്ടികൾക്കുള്ള പാർട്ടി വെയർ ധാരാളം ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്, കൂടുതൽ ബോക്സിൻ്റെ അകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇതൊക്കെ പാർട്ടി വെയർ സെക്ഷനിലാണ് ഉള്ളത്. മൈക്കിഡിലെ ഇതൊരു ബൂട്ടീസിൻ്റെ ഏരിയ ആണ്. എന്ന് വെച്ചാൽ ന്യൂ ബോൺ മുതൽ ആ ഒരു 5 years സെഗ്മെൻറ്റ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ട ഷൂസ്, അതുപോലെ തന്നെ കുഞ്ഞ് ഷൂസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ് കേട്ടോ. ആക്സസറീസിലും അതുപോലെ തന്നെ സോക്സ്, മിറ്റൻസ്, ഇങ്ങനത്തെ പ്രോഡക്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഹാറ്റ്സ്, എല്ലാത്തിലും ഒരു യുണീക്നെസ് ഉള്ളത് വളരെയധികം സോഫ്റ്റ് ആൻഡ് ക്യൂട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞു ബേബീസിൻ്റെ കുഞ്ഞ് സ്വെറ്ററാണ്. അത് എന്ത് സോഫ്റ്റ് അറിയോ, വളരെ സോഫ്റ്റി ആയിട്ടുള്ള നല്ല പാറ്റേണിൽ വരുന്ന ഇത് മൈക്കിഡിലേ ഏതാണ്ട് ഒരു 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഉള്ളത്. കുട്ടിപ്രായം കഴിയുന്നവർക്കും ഇവിടെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട് കേട്ടോ. ഇതെല്ലാം പെൺകുട്ടികൾക്കുള്ളൊരു സെക്ഷനാണ്. ഒക്കെ കണ്ടില്ലേ, ഫാഷനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കാണുന്നത്. ടീനേജിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 6 to 11th വരെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ കണ്ടില്ലേ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എവിടെയും കിട്ടാത്ത കുറേ പ്രോഡക്ട്സുകൾ അവർ പർച്ചേസ് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പർച്ചേസിങ് സ്റ്റൈലൊക്കെ പുറത്തു പോയിട്ടാണ്, ഒപ്പിക്കൽ പരിപാടിയല്ല. ഒക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് നടത്തിയിട്ടാണ് ഇവിടെ ഓരോ മെറ്റീരിയൽസും ഇവിടെ എത്തിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നു. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളും ഇവിടെ വന്നാൽ വെറുതെ ഒന്നും മടങ്ങിപ്പോണ്ട. അത്യാവശ്യം പ്രോഡക്ട്സ് അവർക്ക് വേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊറിയൻ ഒരു ട്രെൻഡാണ് കേട്ടോ. കൊറിയൻ്റെ എല്ലാ പ്രോഡക്ട്സും മൈക്കിഡിൽ അവൈലബിൾ ആണ്. കൊറിയൻ പാൻസ് ഇപ്പോൾ ഒരു ഹരമാണ്. അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യുക, മൈക്കിഡ് ചൂസ് ചെയ്യുക. കൊറിയൻ ടോപ്സിലും അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന പാൻറ്റുകളും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത്, ഇതിൻ്റെ കളർ ചൂസിങ്ങിനനുസരിച്ചുള്ള ഇഷ്ടമുള്ള പാൻറ്റും ടോപ്സും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മൈക്കിഡ് സന്ദർശിക്കണം. ഇതിൽ ഏതാണ്ട് 50ഓളം വെറൈറ്റീസ് ആണ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഇട്ടതിനെക്കാട്ടിയും കൂടുതൽ ബോക്സിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഇത് മൈക്കിഡിൽ മാത്രം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. വെസ്റ്റേൺ പാർട്ടി വെയർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മൈക്കിഡിൽ ഇത്തരം പ്രോഡക്ട്സ് കാണും. ഇതിൻ്റെ പേര് തന്നെ ഡയാന ഫ്രോക്ക് എന്നാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രോക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. ടീനേജുകാർ വന്നിട്ട് മൈക്കിഡിൽ നിന്ന് തിരിച്ചു പോകില്ല കേട്ടോ, കാരണം അവർക്കുള്ളത് ഇവിടെ ഉണ്ട്. കൊറിയൻ കോട്ട് സെറ്റാണ്. ആരാ മിസ് ചെയ്യുക? എനിക്ക് തോന്നുന്നത് ബാഗിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് 8 പോക്കറ്റ് വരുന്ന ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ആസിഡ് വാഷ് കഴിഞ്ഞ പ്രോഡക്ട്സ് ബാഗിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം പാച്ച് വർക്കിൽ വരുന്ന കൊറിയൻ സ്റ്റൈലിൽ വരുന്ന സെപ്പറേറ്റ് പാൻറ്റുകൾ മാത്രം കേട്ടോ. ഇങ്ങനെ കുറേ കളക്ഷൻസ് പാൻറ് സെഗ്മെന്റിൽ തന്നെ ധാരാളം കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് 3 പീസ് കൊറിയൻ സെറ്റാണ്. 3 പീസിലുണ്ട്, 2 പീസിലും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഒക്കെ അത്യാവശ്യം കൊറിയൻ്റെ മോഡൽസ് ആണ്. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ അവർക്ക് അതിൽ ആ വിഷയത്തിൽ നോളേജ് ഉണ്ടാവും. അവർ ആവശ്യമുള്ളത് സെലക്ട് ചെയ്തോളും. ഇത് കണ്ടോ,
ഇതൊരു യുണീസെക് സ്റ്റൈലാട്ടോ, രണ്ടുപേർക്കും ആപ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതൊരു ആൺകുട്ടികളുടെ ലോഗോണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആൺകുട്ടികൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ആണ്. നേരത്തെ കാണിച്ച എല്ലാ പ്രോഡക്ട്സും കൊറിയനും ജപ്പാനും ചൈനയും ഒക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ന്യൂ ബോൺ കുട്ടികളുടെ ലോകത്താട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് മൈക്കിഡിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതാണ്ട് വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട്. അതിൽ ഇമ്പോർട്ടഡ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്സ് കണ്ടില്ലേ, ധാരാളം ഫാൻസി ഫ്രോക്കുകളൊക്കെ മൈക്കിഡിലുണ്ട്. എന്താണ് മൈക്കിഡിന്റെ ഒരു പ്രത്യേകത? ഞങ്ങൾ മൈക്കിഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവരെ പിരിച്ചു വിടുന്നത്. അവർ അത്രയും സന്തോഷമാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കളക്ഷനും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ. ഞങ്ങൾ ഒരു കസ്റ്റമർ റിവ്യൂ നടത്തിയപ്പോൾ അത് തോന്നിയിട്ടാ എല്ലാവരും അതിലൊരു കസ്റ്റമർ ബേസിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു സർവീസ് കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരും പ്രയാസത്തിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാറില്ല. ഈ ഒരു ഏരിയ ഉണ്ടോ മൈക്കിഡില് ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഫാൻസി പ്രോഡക്ട്സ് ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട സാധനമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്താണ് അപ്പോൾ മൈമിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കസ്റ്റമറിനെ കൊണ്ട് നല്ല ഒരു അഭിപ്രായമാണ്. അവർക്ക് ക്വാളിറ്റി നല്ല, നമ്മുടെ മോറസിന്റെ ഗിഫ്റ്റ് ബോക്സും ഒക്കെ ധാരാളം പോകുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ഈ കണ്ട മൈക്കിഡ് ഷോപ്പിന്റെ അതിന്റെ ഓണർമാരിലൊരു ഓണറാട്ടോ ഈ കാണുന്നത്. ആള് ചെറിയ ആളല്ല. നമുക്ക് ആ ഓണറോട് തന്നെ ഇത്രയും കളക്ഷനും സെലക്ഷനൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത്? നമുക്ക് നമ്മൾ മാർക്കറ്റിൽ ലൈവ്, ഓൾ ഇന്ത്യ ഏത് മാർക്കറ്റിലായാലും നമ്മൾ ലൈവ്. കാരണം നമ്മൾ ഷോപ്പിൽ ഉണ്ടാവില്ല, നമ്മളെപ്പോഴും മാർക്കറ്റിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങൾ കണ്ടുപോകുന്നില്ല. 50 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാലക്കാടിന്റെ ഒരു വൈദൂര്യത്തില് എടുത്തു പറയേണ്ട ഒരു ഷോപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്കിഡ് സന്ദർശിക്കണം. കൂടുതലും ഇന്ത്യയിലുള്ള എല്ലാ മാർക്കറ്റുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന സെലക്ഷനൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും മൈക്കിഡ് സന്ദർശിക്കുക.